രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒന്ന്, നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ട്, ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ്, എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തത് കുറേക്കൂടി മോശമായ കാര്യമാണ്. മാതാപിതാക്കൾ ഉള്ള കാലമാണ് അവന്റെ ഏറ്റവും നല്ല സമയം. അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരോളം വരില്ല ഒരാളും. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നിടത്ത് ആണ് സൗഹൃദം ഉത്കൃഷ്ടമാകുന്നത്. നിങ്ങളുടെ കൂടെ തുടരാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല വശങ്ങൾ ആരെയും കാണിക്കരുത്. നിങ്ങളുടെ മോശം വശം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. സൗഹൃദം ചിലപ്പോൾ ഒരു അത്ഭുതമാണ്. എന്നും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ ജീവിതത്തിന്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങു നിന്നാണോ അറിയാതെ പെട്ടെന്നൊരുനാൾ കയറിവന്ന ചിലർ അവസാനം വരേക്കും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിശബ്ദത വലിയ ശക്തിയുടെ ഉറവിടമാണ്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം, എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. പഠിക്കുക 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ച് ഒരു ചോദ്യം എങ്കിലും തിരിച്ചു ചോദിക്കാൻ. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും, അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. പക്വത എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള കഴിവാണ്. എപ്പോഴും തിരക്കുള്ളവർ സന്തോഷവാന്മാരായിരിക്കും, കാരണം അവർക്ക് മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കാൻ സമയം ഇല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ വിഷയദാരിദ്ര്യം വന്നില്ലെങ്കിൽ, അതായത് ഇടമുറിയാതെ സംസാരിക്കുകയാണെങ്കിൽ, അവർക്കിടയിൽ ഇഷ്ടം ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പ്രശ്നങ്ങളിൽ പതറാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടിവരും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ്. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും പ്രശംസ ലഭിക്കാനും വേണ്ടി അധികം ഒന്നും ചെയ്യില്ല. ഒരു പൂവിന്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലാത്തപ്പോൾ അത് ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിന്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എങ്കിൽ നമുക്കും ഒരു ദിവസം ഉണ്ടാകും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു.
നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചുനിൽക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ കുറച്ചുമാത്രം അവൾക്ക് നൽകുന്നു. എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവളുടെ സർവ്വതും നൽകുന്നു. മനുഷ്യജീവിതം ലളിതമാണ്. എന്നാൽ മനുഷ്യർ തന്നെയാണ് അതിനെ സങ്കീർണ്ണമാക്കാൻ ശ്രമിക്കുന്നത്. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ജീവിതത്തിൽ ചെയ്ത നല്ലതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. അത് തീർച്ചയായും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊന്നിൽ തിരികെ വരും. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേയുള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. ആത്മവിശ്വാസം ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനും ഉള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. ഒരിക്കൽ പ്രണയിതാക്കൾ ആയി പിരിഞ്ഞവർ പിന്നീട് നല്ല സുഹൃത്തുക്കൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ദിവസവും 5 ഗാനങ്ങൾ കേൾക്കുന്നവർക്ക് കൂടിയ ഓർമ്മശക്തിയും പ്രതിരോധശക്തിയും ലഭിക്കും. ഇവർക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത കുറവായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പോരാടുന്ന ആളുകൾ. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച എനിക്ക് എന്നെത്തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിൽ ആളുകൾ വളരെ കഴിവുള്ളവരാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ്. അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെപ്പോലും ഭയക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിൽ ആണ് വിജയിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗം. എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നമ്മളെക്കാൾ നന്നായി പലതും അറിയാം. അത് കണ്ടെത്താനും ഉപയോഗിക്കാനും വേണ്ടത്ര സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. വാക്കുകൾ നിങ്ങൾക്ക് ചിന്തകളുടെ ചിന്ത നൽകുന്നു. സംഗീതം നിങ്ങൾക്ക് അനുഭൂതികളുടെ അനുഭൂതി നൽകുന്നു. ഒരു ഗാനം നിങ്ങൾക്ക് ചിന്തകളുടെ അനുഭൂതിയെ കാട്ടിത്തരുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തെരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ദാരിദ്ര്യം ധീരത കൊണ്ടും പഴയ വസ്ത്രം വൃത്തി കൊണ്ടും രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും
സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ജീവിതം ഒരിക്കലും നീതിയുക്തമല്ല. ഒരുപക്ഷേ നമ്മിൽ മിക്കവർക്കും അത് അങ്ങനെയല്ല എന്നത് ഒരു നല്ല കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാനാവില്ല എന്നാണ്.